ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പോളികാർപ്പ് മെത്രാൻ. ക്രിസ്തീയ രക്തസാക്ഷി ചരിത്രങ്ങളൊന്നിലെ ധീരനായകനാണ് പോളികാർപ്പ്. ആധുനിക ടർക്കിൽ ഉൾപ്പെട്ട സ്മിർനയിലെ മെത്രാനായിരുന്നു പോളികാർപ്പ്. അപ്പോസ്തലനായ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു പോളികാർപ്പ് എന്ന് പറയപ്പെടുന്നു. ആദിമ ക്രൈസ്തവ സഭാനാൾ വഴിയിൽ മുന്തിയ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നും രചനകളിൽ നിലനിൽക്കുന്ന ആദിമ ക്രൈസ്തവരിൽ ഒരാളാണ് അദ്ദേഹം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഖ്യധാരയുമായി യോജിച്ചു പോകാത്ത നിലപാടുകൾ പിന്തുടരുന്നവരുടെ ബദ്ധശത്രുവായിരുന്നു പോളികാർപ്പ്. വിട്ടുവീഴ്ചയില്ലാത്ത മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. 2-ാം നൂറ്റാണ്ടിൽ പ്രമുഖ ക്രിസ്തീയ ദ്വൈതവാദി മാർഷനെ കണ്ടുമുട്ടിയപ്പോൾ എന്നെ മനസ്സിലായോ എന്ന മാർഷന്റെ ചോദ്യത്തിന് അതെ, സാത്താൻ്റെ ആദ്യ സന്തതിയെ ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് പോളികാർപ്പ് നൽകിയ മറുപടി. മാർക്കസ് ഔറേലിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി. 1-2 പ്രാവശ്യം അദ്ദേഹത്തെ ക്രിസ്ത്യാനികൾ മറച്ചുവെച്ചെങ്കിലും പിന്നീട് ഒളിച്ചു പോകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതം നിറവേറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. പോളികാർപ്പിനോട് ക്രിസ്തുവിനെ നിന്ദിക്കാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: 86 വർഷക്കാലം ക്രിസ്തുവിൻ്റെ ദാസനായിരുന്ന എനിക്ക് ഒരു ദോഷവും അവൻ ചെയ്തിട്ടില്ല. എൻ്റെ ആ രാജാവിനെ എനിക്കെങ്ങനെ നിന്ദിക്കാൻ കഴിയും? ഈ മറുപടിയിൽ കുപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ ജീവനോടെ തീയിലിടാൻ ആജ്ഞാപിച്ചു. എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല. വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ ഹോമിക്കുന്നത് പോലെ സുഗന്ധം ചിതയിൽ നിന്ന് വീശി. ഒടുവിൽ ജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. തൻ്റെ അവസാന നിമിഷത്തിലും ക്രിസ്തുവിനെ നിന്ദിക്കാതെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ച പോളികാർപ്പിനെ പോലെ പ്രതിസന്ധികളിൽ തളരാതെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.